പത്തനംതിട്ടയിൽ 2 സഹകരണ ബാങ്കുകളിലെ സാമ്പത്തിക തട്ടിപ്പ് അന്വേഷണം ഇഡിയുടെ നിരീക്ഷണത്തിൽ. വർഷങ്ങളായി പാർട്ടി ഭരിക്കുന്ന മൈലപ്ര, കോന്നി സഹകരണ ബാങ്കുകളിലെ തട്ടിപ്പാണ് ഇഡി ഏറ്റെടുക്കുന്നത്. തെരഞ്ഞെടുപ്പ് കാലത്ത് സിപിഎമ്മിനെ പ്രതിരോധത്തിലാക്കുന്നതാണ് ഇഡി അന്വേഷണം. വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ സഹകരണ ബാങ്ക് തട്ടിപ്പുകൾ സിപിഎമ്മിനെതിരെ ജനരോക്ഷമുയർത്തുന്ന പ്രധാന വിഷയങ്ങളിലൊന്നായി മാറുമ്പോഴാണ് പത്തനംതിട്ടയിൽ പാർട്ടി വർഷങ്ങളായി ഭരണം കൈയാളിയ 2 സഹകരണ ബാങ്കുകളിലെ തട്ടിപ്പ് അന്വേഷണം ഇഡി ഏറ്റെടുക്കുന്നത്. മൈലപ്ര സഹകരണ ബാങ്കും കോന്നി സഹകരണ ബാങ്കുമാണിത്. മൈലപ്ര സഹകരണ ബാങ്കിൽ 86 കോടി രൂപയുടെ ക്രമക്കേടാണ് നടന്നത്. ബാങ്കിന്റെ ഉടമസ്ഥതയിലുള്ള അമൃത ഗോതമ്പ് ഫാക്ടറിയിൽ 4 കോടി രൂപയുടെ തിരിമറിയും നടന്നു. മൈലപ്ര സഹകരണ ബാങ്കിൽ കാര്യമായ അന്വേഷണ പുരോഗതിയും ഉണ്ടായില്ല. 2017 കോന്നി റീജിയണൽ സഹകരണ ബാങ്കിലെ 5 കോടി രൂപയുടെ തട്ടിപ്പ് പുറത്തറിയുന്നത്. പ്രമാണമില്ലാതെ വായ്പ കൊടുക്കൽ, ഒരേ സാലറി സർട്ടിഫിക്കറ്റ് വെച്ച് പല വായ്പകൾ നൽകൽ, വ്യാജരേഖകൾ ഉപയോഗിച്ച് വായ്പ തരപ്പെടുത്തൽ ഇവയായിരുന്നു തട്ടിപ്പ് രീതി. ഇരു ബാങ്കുകളിലുമായി നിക്ഷേപം നടത്തിയവർ വർഷങ്ങളായി പണം തിരികെ കിട്ടുന്നതിനു വേണ്ടി സമരങ്ങളും പ്രതിഷേധങ്ങളുമായി ബാങ്ക് കയറിയിറങ്ങി നടക്കുകയാണ്. നിക്ഷേപകരുടെ പണം തിരികെ കിട്ടുമോ എന്ന് ബാങ്കിന് ഒരു ഉറപ്പും നൽകാനും കഴിയുന്നില്ല. മൈലപ്രയിൽ നിക്ഷേപകർ സമീപ ദിവസങ്ങളിൽ പ്രതിഷേധ സമരങ്ങളും ശക്തമാക്കിയിട്ടുണ്ട്. ജനം, പത്തനംതിട്ട.